പുൽപ്പള്ളി അമരക്കുനിയിലേക്കൊന്ന് പോകണം. അവിടെ കടുവയെ മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് സജ്ജമായി എന്നാണ് സുർജിത്ത് അയ്യപ്പത് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ആടിക്കൊല്ലി പ്രദേശത്തെ വെള്ളക്കെട്ടിൽ ആണ് നിലവിൽ കടുവ ഉള്ളതെന്ന് സൂചന വരുന്നു. ഒരാൾ നേരിട്ട് കണ്ടുവെന്ന് പറയുന്നു. ഈ പ്രദേശത്തെ ടോൺ പരിശോധനയും നടക്കുന്നു. ഇപ്പോൾ അമരക്കുനിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത് വീണ്ടും ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞോ? SKN വനംവകുപ്പ് സംഘം പോയിട്ടുണ്ട്. മയക്കുവെടി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായാണ് വനംവകുപ്പ് സംഘം പോയിട്ടുള്ളത്. ഡ്രോൺ നിരീക്ഷണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കടുവയെ കണ്ടു എന്ന് പറയുന്നത് ഈ ആടിക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശം, അമരക്കുലിയുടെ ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആടിക്കൊല്ലി എന്ന് പറയുന്ന ആ പ്രദേശത്ത് വെള്ളക്കെട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇവിടെ പീറ്റർ എന്ന് പറയുന്ന ഒരു ക്ഷീരകർഷകനുണ്ട്. അദ്ദേഹമാണ് ഈ കടുവയെ കണ്ടത്. പീറ്റർ തന്നെ നമ്മളോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഡ്രോൺ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കുന്നു. പീറ്റർ എന്ന പേരുള്ള ക്ഷീരകർഷകൻ, അദ്ദേഹമാണ് ഈ കടുവയെ കണ്ടത്. പീറ്ററുടെ എന്താണ് ശരിക്കും കണ്ടത്? രാവിലെ പുല്ലുവട്ടം വന്നപ്പോഴാണ് കണ്ടത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കണ്ടത്. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോവിലാണ് നടന്നു വന്നത്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. പിന്നെ ശരിക്കും കാണാൻ കഴിയും. ഇക്കരയും മെമ്പറെ വിളിക്കുകയാണ് ചെയ്ത്, ബാബു മെമ്പറെ വിളിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹമാണ് ആ കടുവയെ കണ്ടത്. എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ വനംവകുപ്പ് സംഘം ഈ താഴേക്ക് പോയിട്ടുണ്ട്. അതൊരു കൊല്ലി പോലെയുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് പുല്ല് വളർന്ന കമുകുള്ള അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അവിടേക്ക് വനംവകുപ്പ് സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ രാജേഷ് മോഹൻദാസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ബയോളജിസ്റ്റുകളായിട്ടുള്ള വിഷ്ണുവും ജിഷ്ണുവും ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ കടുവയെ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഡ്രോണിൽ നിരീക്ഷണം ഒരു സംഘം നടത്തുന്നുണ്ട്. അങ്ങനെ ട്രാക്ക് ചെയ്താൽ ഉടൻ കിട്ടുന്ന മുറയ്ക്ക് തന്നെ സ്വാഭാവികമായും മയക്കുവെടി എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. അവിടെ പുറത്തിറങ്ങിക്കുന്ന ആളുകളെല്ലാം തന്നെ മാറി നിൽക്കണം, വെള്ളക്കെട്ട് പ്രദേശത്തുള്ള ആളുകളെല്ലാം മാറി നിൽക്കണം, അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക്, വീടിനകത്തേക്ക് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശവും വനംവകുപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. SKN സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഏത് സമയവും ഈ അമരക്കുനിയിലെ കടുവ കൂട്ടിലാകും, മയക്കുവെടി വയ്ക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്.